ഫ്രൈഡ് ചെമ്മീൻ തേങ്ങാപ്പാൽ മസാല ഉണ്ടാക്കുന്ന കണ്ടാലോ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇതൊക്കെ ചെമ്മീനിൽ ചേർത്ത് ഒരു 30 മിനിറ്റ്സ് മാറ്റി വെക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 kg ചെമ്മീനാണ് എടുത്തത്. ചെമ്മീൻ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇതിൽ നമുക്ക് മാറ്റി വെക്കാം. ഒരു പാന് ചൂടാകുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 സവാള ചോപ്പ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്താലും മതി. 2 പച്ചമുളക് കട്ട് ചെയ്തിടുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്യുക. പൊടികളെല്ലാം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ മസാലകളെല്ലാം കരിയാൻ ചാൻസ് ഉണ്ട്. നമുക്കിനി ഒന്ന് 1 മിനിറ്റ് 1-2 മിനിറ്റ് അടച്ചു വെക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. വഴറ്റി വെച്ചതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മസാലയോടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ നന്നായി കറിയിലോട്ട് കിട്ടും. ഇനി ഇതൊക്കെ നന്നായി മിക്സ് ചെയ്യുക. മസാലയിലുള്ള വെള്ളം വറ്റിപ്പോയെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കലക്കി വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് തേങ്ങാപ്പാലുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ കഴിക്കാതെ കുറച്ച് വെച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് നോക്കി ചേർക്കണം. ഇതിലോട്ട് കുറച്ചുകൂടെ കറിവേപ്പിലയോടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ഫ്രൈഡ് ചെമ്മീൻ തേങ്ങാപ്പാൽ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.